നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം രാജീവേട്ട. നമസ്കാരം. രാജീവേട്ട, ഈ കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രമെടുക്കുമ്പോൾ ഒരു ഉദിച്ചുയർന്നു നിൽക്കുന്ന ഒരു മഹാനക്ഷത്രമാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികൾ. അദ്ദേഹം നൽകിയ സംഭാവന എന്താണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു കരുത്ത് മലയാളിക്കുണ്ടോ എന്ന് സംശയമാണ്. സ്വാമിജി വെറുമൊരു സന്യാസി ആയിരുന്നില്ല. അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് ഒരു മഹാഋഷി. ഗുരുദേവൻ അങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം ശരീരം ഉപേക്ഷിച്ച് ആ ബ്രഹ്മപദത്തിലേക്ക് എത്തുമ്പോൾ ഗുരുദേവൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് മഹാഋഷി നിർവ്വാണം പ്രാപിച്ചു എന്ന അർത്ഥത്തിലാണ് ഒരു ശ്ലോകം തന്നെ രചിച്ചത്. അപ്പോൾ ഗുരുദേവൻ്റെ വാക്കുകൾ ഒരിക്കലും പാഴ്വാക്കുകളല്ല. ആ ചട്ടമ്പിസ്വാമിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമാണ് ഞാൻ അങ്ങയോട് ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങേക്ക് അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയാൻ കഴിയും. കാരണം ഈ അടുത്ത സമയത്ത് അങ്ങ് ചട്ടമ്പിസ്വാമികളെക്കുറിച്ചൊരു ചെറിയ പുസ്തകം അങ്ങ് പുറത്തിറക്കി. അതായത് ഇരിങ്ങാലക്കുട, അങ്ങയുടെ ജന്മദേശമായ ഇരിങ്ങാലക്കുടയിൽ ചട്ടമ്പിസ്വാമിയുടെ പ്രവർത്തനം എന്തൊക്കെയായിരുന്നു, അദ്ദേഹം എന്തൊക്കെ സംഭാവന ചെയ്തു, അങ്ങനെ ഒരു കുറേ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, സ്വാമികൾ വേദാധികാര നിരൂപണം എന്നൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അത് തിരുവിതാംകൂറിലോ കൊച്ചിയിലോ മലബാറിലോ അദ്ദേഹത്തിന് അച്ചടിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഇരിങ്ങാലക്കുട കൊണ്ടുവന്ന് അവിടെയാണ് ഇത് അച്ചടിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇരിങ്ങാലക്കുടയുമായി ബന്ധപ്പെട്ട് ചട്ടമ്പിസ്വാമികളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ വേദാധികാര നിരൂപണം ഇരിങ്ങാലക്കുടയിൽ കൊണ്ടുവന്ന് അച്ചടിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഒരു ലഘുവായ വിവരണം ഇതിനെ സംബന്ധിച്ച് നൽകാമോ? വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ലേഖനങ്ങൾ, അതേപോലെ തന്നെ ഗ്രന്ഥങ്ങൾ എല്ലാം പുറത്തിറങ്ങിയിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട കേന്ദ്രീകരിച്ച് അവിടെ നിന്നാണ്. കാര്യം തച്ചുടയ കൈമൾ, അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു പ്രശസ്തമായ ശ്രീ കൂടൽമാണിക്യം സ്വാമി ക്ഷേത്രം. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തിന് കൊട്ടിലാക്കൽ സംഘം എന്ന് പറഞ്ഞൊരു വളരെ പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രം തന്നെ, വിദ്വത് സദസ്. വിദ്വത് സദസ് പലതരത്തിലുള്ള ആൾക്കാർ അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അന്തരംഗ ശിക്ഷനായിരുന്ന നിർമ്മലാനന്ദ സ്വാമികൾ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ വിദ്യാരണ്യ സ്വാമികളുടെ കുറിച്ചിട്ട്, അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊരു പേര് പറയൂലോ സാധാരണ, വലിയൊരു പണ്ഡിതൻ എന്നുള്ളത്. അങ്ങനെ ഒരാൾ അവിടെ വന്നിരുന്നു, വിദ്യാരണ്യ സ്വാമികൾ. അപ്പോൾ ഈ നിർമ്മലാനന്ദ സ്വാമികളുടെ അടുത്ത് തച്ചുടൈ കൈമൾ, ഇദ്ദേഹം വലിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞപ്പോൾ നിർമ്മലാനന്ദ സ്വാമി പറഞ്ഞു എന്നാണ് പറഞ്ഞത്, ഹീസ് എ യോഗി ബൈ ഡേ, ഭോഗി ബൈ നൈറ്റ് ആൻഡ് രോഗി ബൈ മിഡ് നൈറ്റ്. തച്ചുടൈ കൈമൾ ഈ പറയുന്ന പോലെ എല്ലാവരെയും സ്വീകരിക്കുക, അങ്ങനെ ഒരു പ്രതിവാദി ഭയങ്കരൻ, വിദ്യാരണ്യ സ്വാമിയെ വിളിച്ചിട്ട് പേരാണ്. അപ്പം ഇയാളും ഈ യോഗി എന്ന് പറയുന്ന ഒരാൾ വന്നു, അത് നിർമ്മലാനന്ദ സ്വാമിയെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞാൽ സംഘകാല സദൃശമായൊരു സംസ്കാരം ഇരിങ്ങാലക്കുടയ്ക്കുണ്ട്. അത് ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ 64 ബ്രാഹ്മണ ഗ്രാമങ്ങൾ, 32 തുളുനാട്ടിലും 32 മലനാട്ടിലും. അതിൽ ഒരേ ഒരു ഗ്രാമത്തിലാണ് ബ്രാഹ്മണനല്ലാത്ത അധികാരിയുടെ കീഴിലുണ്ടായിരുന്നത്. തച്ചുടൈ കൈമളുടെ കീഴിൽ. മകൈരം തിരുനാൾ മാണിക്യൻ കേരളൻ തച്ചുടയ കൈമൾ, അങ്ങനെയാണ് മുഴുവൻ പേര്. മകൈരം തിരുനാൾ മാണിക്യൻ കേരളൻ തച്ചുടൈ കൈമൾ. അങ്ങനെ ഒരാളുടെ സാന്നിധ്യത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും കേരള ചരിത്രത്തിലുണ്ടോ? പക്ഷെ പി ഗോവിന്ദപിള്ള ഈ ചരിത്രമൊക്കെ കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. കേരള ചരിത്രത്തെക്കുറിച്ച് നല്ലവണ്ണം പഠിച്ചിട്ടുള്ള ഒരാൾ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളാണ്.
അത് കഴിഞ്ഞാലാണ് EMS EM ശങ്കരൻ നമ്പൂരിപ്പാട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടുപേരുടെ ലക്ഷ്യം, ചട്ടമ്പിസ്വാമികൾ കേരള ചരിത്രം എന്തിനു പഠിച്ചു, അത് കഴിഞ്ഞിട്ട് EMS നമ്പൂരിപ്പാട് എന്തിനു പഠിച്ചു, അവിടെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന 64 ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു ഒതൻറ്റിക് പഠനം അത് പഠിച്ചു എന്ന് പറയുന്ന ഒരാൾ ഡോക്ടർ കേശവൻ വെളുത്താട്ടിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ ബ്രാഹ്മിൺ സെറ്റിൽമെൻറ്റ്സ് ഓഫ് കേരള. കേശവൻ വെളുത്താട്ടി ഈ പറയുന്ന പോലെ JNU പ്രോഡക്റ്റാണ്. അവിടെ പഠിച്ചു, അവിടെ അധ്യാപകനായി. പിന്നെ ചരിത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെരിഞ്ഞു പോകണമല്ലോ. എങ്ങോട്ട് ചെരിഞ്ഞു പോകണം? ഇടത്തോട്ട്. അവിടെ ഇരിഞ്ഞാലക്കുടക്കാരൻ തന്നെ ഒരു വിദ്വാനുണ്ട്, ചരുവിൽ അശോകൻ. അശോകൻ ചെരുവിൽ. അപ്പോൾ ഒക്കെ ചെരിഞ്ഞു പോകണം. എങ്ങോട്ട് പോകണം? ഇടത്തോട്ടുമല്ല വലത്തോട്ടുമല്ല. പക്ഷേ കേരളം കണ്ടൊരു നിഷ്പക്ഷനായ ചരിത്രകാരൻ, അത് ശൂരനാട്ടു കുഞ്ഞമ്പിള്ളയായാലും എളംകുളം കുഞ്ഞമ്പിള്ളയായാലും പറയുന്നത് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളാണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു ചരിത്രകാരൻ എന്നുള്ള രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതെ, അപ്പം ഞാനിവിടെ ഒരു ചരിത്രകാരനും കൂടിയാണ്, ഋഷിയാണ്, സർവജ്ഞനാണ്, വിദ്യാധിരാജനാണ്. അതെ. പക്ഷേ ശ്രീവിദ്യയിൽ അതിരാജനായ ചട്ടമ്പിസ്വാമികൾ. പക്ഷേ ചട്ടമ്പിസ്വാമി ചരിത്രകാരനായ ചട്ടമ്പിസ്വാമികൾ. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ ചരിത്രം. അപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇരിഞ്ഞാലക്കുടയാണോ ഇരിങ്ങാലക്കുടയാണോ? അപ്പം നമ്മളെ സംബന്ധിച്ച്, ബഹുഭൂരിപക്ഷത്തിനെ സംബന്ധിച്ച് രണ്ടും ശരിയാണെന്ന് പറയും. ഇതാണ് നമ്മുടെ ചരിത്രം. ആ രണ്ടും അങ്ങനെയാണ്. ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞാൽ ഇരുചാലുകൾക്കിടയിലുള്ള കുട. അതായത് കൂടപ്പുഴയ്ക്കും ചാലക്കുടിപ്പുഴയ്ക്കും ഇടയ്ക്കിലുള്ള സ്ഥലം ഇരിഞ്ഞാലക്കുട. ഇരുചാലുകൾക്കിടയിലുള്ള കുട സ്ഥലം. ചട്ടമ്പിസ്വാമി ചോദിക്കുന്നത് തച്ചുടൈ കൈമളുടെ നേതൃത്വത്തിൽ 1921 ഒരു മാസിക ഇറങ്ങി. അതിൻ്റെ പേര് സദ്ഗുരു മാസിക. ആ മാസികയിൽ അഗസ്ത്യൻ എന്നുള്ള പേരിൽ ചട്ടമ്പിസ്വാമികളെ ലേഖനം എഴുതി. അതിലേറെ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദരാണ്. അദ്ദേഹത്തിൻ്റെ ആചാര പദ്ധതി, ദേവാർച്ചന പദ്ധതി തുടങ്ങി ഈ മാസികയിൽ കൂടെയാണ്, സദ്ഗുരു മാസികയിൽ കൂടെയാണ് വന്നത്. അപ്പം ഈ ഇവിടെ ഇരിഞ്ഞാലക്കുടയുടെ സ്ഥലനാമ ചരിത്രം, അങ്ങനെ ചട്ടമ്പിസ്വാമികൾ ഒരു പുസ്തകം തന്നെയുണ്ട്. പലയിടത്തും അവിടെ എഴുതി. ഇപ്പോൾ വൈക്കത്ത് പോയി, ഏറ്റുമാനൂർ പോയി, അവിടുത്തെ സ്ഥലനാമ ചരിത്രം. അപ്പോൾ ഇരിഞ്ഞാലക്കുടക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഇരുചാലുകൾക്കിടയിൽ കുട, അത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ആറാട്ട്, 10 ദിവസം കഴിഞ്ഞുള്ള ആറാട്ട് ഒരു തവണ ചാലക്കുടി പുഴയിലാണെങ്കിൽ അടുത്ത തവണ കുറുമാലിപ്പുഴയിൽ ആയിരിക്കും. അങ്ങനെ മാറി മാറി. അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് അറിയുമായിരുന്നത്. പക്ഷേ ചട്ടമ്പിസ്വാമികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, 2 ചാലുകൾക്കിടയിലുള്ള സ്ഥലത്തിന് ഇരിങ്ങാലക്കുടയാണെങ്കിൽ കേരളത്തിലെ എത്ര സ്ഥലത്തിന് ആ പേര് വരേണ്ടി വരും? ഒരുപാട് നദികൾ ഉള്ളതാണ്. അവിടെയാണ് സ്വാമി ചരിത്രകാരൻ എന്നുള്ള സ്വാമിയുടെ യുക്തിബോധം. പിന്നെ നിരുക്തം എന്ന് പറയുന്ന ശാസ്ത്രമുണ്ട്, വേദാംഗമായ. അതെ, ഇംഗ്ലീഷിൽ അതിന് എറ്റിമോളജി എന്ന് പറയും. അതിന് ചട്ടമ്പിസ്വാമികളെ ആ വിഷയത്തിൽ വെല്ലാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാണ്ഡിത്യം നേടിയ. അപ്പം ഇവിടെ ചരിത്ര പഠനത്തിന്, ഭാരതീയമായ ചരിത്ര പഠനത്തിന് ഈ നിരുക്തം, വേദാംഗമായിട്ടുള്ളൊരു വ്യാകരണം, അതിൻ്റെയൊക്കെ തർക്കം, ഇതൊക്കെ വരും. വെറും ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, ലൗകിക കാര്യങ്ങളിൽ തീർച്ചയായും. അപ്പം അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, ഇരിങ്ങാലക്കുട അത് ഇരുചാലുകൾക്കിടയിൽ കുടയാണെങ്കിൽ മറ്റേതെല്ലാം സ്ഥലത്തിന് ഈ പേര് വരും? പിന്നീട് അദ്ദേഹം കൊണ്ടുവരുന്ന തിയറി, കൂടൽമാണിക്യം ക്ഷേത്രം, ഇരിങ്ങാലക്കുട, അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം കൂടൽമാണിക്യം ക്ഷേത്രമാണല്ലോ. അത് ഇരിങ്ങാലക്കുടയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മഹാക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ആത്മീയത, കല, സാഹിത്യം, ആർക്കിടെക്ചർ എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വശത്തിനെ കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ
അത് മുഴുവനും തകർക്കപ്പെട്ടു. തമിഴകത്തെ തകർക്കപ്പെടാൻ ദ്രാവിഡ കഴകക്കാർ പലതും ശ്രമിച്ചിട്ടെങ്കിലും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറയുമ്പോൾ കേരള നവോത്ഥാന ചരിത്രത്തിലെ കന്നിമൂലക്കല്ലാണ് ചട്ടമ്പി സ്വാമി. അപ്പോൾ ഇരിഞ്ഞാലക്കുടയാണോ എന്ന് വെച്ചപ്പോൾ ചട്ടമ്പി സ്വാമി പറയുന്നത് കൂടൽമാണിക്യ ക്ഷേത്രം, അത് തമിഴകത്തെ കൂടൽ എന്ന് പറയുന്ന അവിടെ നിന്ന് വരുന്ന ശൈവ പ്രതിഷ്ഠ, അതൊരു ശൈവ സങ്കേതമായിരുന്നു. പക്ഷേ ചരിത്രകാരന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ബ്രാഹ്മിൺ സെറ്റിൽമെൻറ്റ്സ് ഓഫ് കേരള എഴുതിയ കേശവൻ വെളുത്താട്ട്, അദ്ദേഹത്തിൻ്റെ ഗുരുവായ MGS നാരായണൻ ഒക്കെ പറയുന്നത് കൂടൽമാണിക്യ ക്ഷേത്രം ജൈന ക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ദിഗംബരൻ എപ്പോലെയാണ് കൂടൽമാണിക്യ സ്വാമി ഇരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പും ഇപ്പം അതൊരു വൈഷ്ണവ സങ്കല്പമായിട്ടാണ്, ഭരതൻ്റെ ക്ഷേത്രമായിട്ടാണ് കരുതുന്നത്. അപ്പം ഭരതൻ, അതിനു മുമ്പ് ജൈനൻ, ഋഷഭൻ, ഭരതൻ എന്ന് പറഞ്ഞൊരു ഒരു ജൈനൻ ഉണ്ടായിരുന്നു, തീർത്ഥങ്കരൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് സ്വാമി നമ്മളെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറയുന്നത് സഖ്യാദ്രികാണ്ഡം എന്ന് പറയുന്ന പത്മപുരാണത്തിൽ എന്തൊരു ഭാഗത്തിൽ ഈ തച്ചുടൈ കൈമളിൻ്റെ ഒരു ഹൈറാർക്കി അത് വരുന്നുണ്ട്. കാര്യം സ്വാമി പറയുന്നത് ബ്രാഹ്മിൺ സെറ്റിൽമെൻറ്റ്സ്, പരശുരാമൻ ബ്രാഹ്മണർക്ക് കൊടുത്ത ഭൂമി അത് കേരളം എന്നാണല്ലോ പറയുക. അതിനു മുമ്പും എന്തുണ്ടായി? സംഘകാല സദൃശമായൊരു സംസ്കാരം ഈ മലയാള നാട്ടിനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇരിഞ്ഞാലക്കുട. അപ്പോൾ ഇരിങ്ങാലക്കുട എന്ന് വെച്ചാൽ ഒരു ശൈവ സങ്കേതമാണ്. കൂടൽ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വന്ന ശിവൻ, ഇരിങ്ങ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരത്തിലുള്ള സ്ഥലമാണ്, കടലിന് തീരെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇരിങ്ങാലക്കുടയ്ക്ക് അപ്പുറത്താണ് മതിലകം, തൃക്കണ മതിലകം. ദക്ഷിണ നളന്ത എന്നറിയപ്പെടുന്ന തൃക്കണ മതിലകം. നമ്മുടെ ഇളങ്കോവടികൾ, അദ്ദേഹം നമ്മുടെ സാഹിത്യം, മറ്റേ കോവിലൻ്റെ കണ്ണകിയുടെയും മധുരാനഗരം ചുട്ടരിക്കുന്ന അതിൻ്റെ പേര് വളരെ പ്രശസ്തമായിട്ടുള്ള, പിന്നെ ഞാൻ മറന്നുപോയി പെട്ടെന്ന്, കണ്ണകി ചരിതമാണ്. അതെ 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 അത് രചിച്ചത് ഈ മതിലകത്ത് വെച്ചിട്ടാണ്. അത് ശരി. ആ മതിലകത്ത് ഇപ്പോൾ പോയ ഒരു പഴയ ശൈവ, വളരെ അതിൻ്റെ പിന്നിലൊക്കെ വളരെയധികം ചരിത്രവും, അത് പക്ഷേ ചരിത്രം ക്രമേണ ഈ ഭൗതികവാദികളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അത് വെറും ഒരു ഐതിഹ്യമാക്കി തീർക്കും. അപ്പം നമുക്ക് ഏതാണ് ചരിത്രം, ഏതാണ് പുരാവൃത്തം എന്നല്ല. അപ്പോൾ ഞാൻ വളരെ വർഷങ്ങളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് ഈ ഇരിങ്ങാലക്കുടയുടെ ചരിത്രമണ്ഡലത്തിൽ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ, ഇത് ചെറിയൊരു പുസ്തകമാണ്, പക്ഷെ ഇതിൻ്റെ പിന്നിലൊരു നടത്തിയ ഗവേഷണം. അപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ ഒരു കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ വേദാധികാര നിരൂപണം ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് അച്ചടിച്ചതെന്ന് പറയുന്നു. ക്രിസ്തുമത സാരം ആദ്യ ഭാഗം ക്രിസ്തുമത ഛേദനം, പിന്നീട് ക്രിസ്തുമത സാരം. രണ്ട് ഭാഗങ്ങളായിട്ടാണ്. രണ്ട് ഭാഗം. ഒന്നിനെ ഛേദിച്ചാലാണല്ലോ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാം. അപ്പം ചരിത്ര പഠനം നടത്തുമ്പോൾ പലതും നമുക്ക് ഛേദിക്കേണ്ടി വരും, അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങണമെങ്കിൽ. ഇങ്ങനെയൊക്കെ ചരിത്രം പഠിച്ചിട്ടുള്ള ആൾക്കാർ എവിടെയാണുള്ളത്? ഇപ്പം ഈ ക്രിസ്തുമത ഛേദനവും ക്രിസ്തുമത സാരവും കൂടിച്ചേർന്ന് ക്രിസ്തുമത സാരം ഇങ്ങനെ പറയണ കേൾക്കുന്നു. അത് ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ അത് വാങ്ങി കത്തിച്ച് കളഞ്ഞു. ഒടുവിൽ ആ പുസ്തകം അന്വേഷിച്ച് നടന്ന മാധവ്ജിക്ക് തച്ചുട കൈമളിലെ കൊട്ടിലാക്കൽ കൊട്ടാരത്തിൽ നിന്നാണ് കണ്ടത്. അതെടുത്ത് അത് പുനഃപ്രസിദ്ധീകരിച്ചു. അതേപോലെ വേദാധികാര നിരൂപണം, അങ്ങനെ പല കൃതികളും സദ്ഗുരു മാസികകളിൽ കൂടെ വന്നിരുന്നു. അപ്പം അതിൽ നിന്ന് കണ്ടെടുത്ത്, ആ മാസിക കണ്ടെടുത്ത് എടുത്തു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ക്രിസ്തുമത സാരം കിട്ടി, പക്ഷേ ക്രിസ്തുമത ഛേദനം മാത്രമേ പ്രസിദ്ധീകരിച്ചുള്ളൂ. അതുകൊണ്ട് പല ആൾക്കാരും ചട്ടമ്പി സ്വാമിയുടെ ഒരു പരമത വിദ്വേഷിയാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റു ഗുരുക്കന്മാരങ്ങനെയല്ല.
കാര്യം മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായി. ചട്ടമ്പി സ്വാമി ക്രിസ്തുമത ഛേദന എഴുതി, പക്ഷെ അതിന് ശേഷം ക്രിസ്തുമത സാരവും കൂടി സ്വാമി എഴുതുന്നുണ്ട്. അപ്പം അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, സർവമത ശാസ്ത്രസാരം. ചെറിയൊരു പുസ്തകമാണ്. ഇതൊന്നും നമ്മളുടെ ശ്രദ്ധയിൽ പെടുന്നില്ല. ഇപ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യം, ചട്ടമ്പി സ്വാമി ആർക്കൈവ്സ് ക്രിസ്തുമത സാരം വീണ്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് ആ പുസ്തകം അച്ചടിക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള ധർമാരാമം എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് ശരി. വളരെ രസകരമാണ് കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പം അവർ പറയുന്ന ഒരു കാര്യം, ചട്ടമ്പി സ്വാമി ക്രിസ്തുമത ഛേദനം ഇറക്കുന്ന സമയത്ത് അദ്ദേഹം ബൈബിളും പഠിച്ചിട്ടുണ്ടോ, പഴയ നിയമം വായിച്ചിട്ടുണ്ടാവും, പുതിയ നിയമം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. അത് പഠിച്ചപ്പോഴാണ് ക്രിസ്തുമത സാരം എഴുതിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ നാടിൻ്റെ ചരിത്രം, അതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു തിയറി കൊണ്ടുവരുന്നുണ്ട്, മൈ വില്ലേജ് മൈ ഹെറിറ്റേജ്, എൻ്റെ ഗ്രാമം എൻ്റെ പൈതൃകം. അപ്പം ഇപ്പം ഇരിഞ്ഞാലക്കുടയൊക്കെ എന്ന് വരുന്ന എനിക്ക് എൻ്റെ നാടിനെ കുറിച്ച് അറിയില്ല എന്ന് വെച്ചാൽ ഇരിഞ്ഞാലക്കുട എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പിന്നെ വളരെ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ആഴത്തിലേക്ക് പോകാൻ കാരണം, നമ്മളെ പഠിച്ചിരുന്ന ഒരു സ്കൂളിലേക്ക് ഇതേപോലൊരു വായനാ വാരത്തിൽ ക്ഷണിച്ചു. അപ്പോൾ അവിടെ കുട്ടികളുമായിട്ടുള്ള സംവദിക്കുമ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, ഇരിങ്ങാലക്കുടയെക്കുറിച്ച് എന്താ അറിയാം? വിരിഞ്ഞ ആലുള്ള കുട ഇരിങ്ങാലക്കുട. കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലൊരു വലിയ ആലുണ്ട്. പിന്നെ ആറാട്ടിന് പോകുന്ന സമയത്ത് കുറേ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ആലുണ്ട്, അത് വിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം വിരിഞ്ഞ നിൽക്കുന്ന ആലുള്ള സ്ഥലം ഇരിങ്ങാലക്കുട. ഇതൊരു മതേതര വ്യാഖ്യാനമാണ്. അതോടുകൂടി കഴിഞ്ഞുല്ലോ ഇതുള്ളത്. അപ്പം ഞാൻ ഈ പുസ്തകം ചട്ടമ്പി സ്വാമികളുടെ സമാധി ശതാബ്ദിയോടനുബന്ധിച്ച് KHN, കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക, അവർ എന്നെ ഒരു ടോക്കിന് വിളിച്ചപ്പോൾ അവിടെ അവതരിപ്പിച്ചതിൻ്റെ മലയാള വിവർത്തനമാണ്. ഇതൊരു പുസ്തക രൂപത്തിൽ ആക്കിയിരിക്കുന്നത് ഈ പുസ്തകം. അപ്പം ഇതിൽ താങ്കൾ ചോദിക്കുന്ന വേദാധികാര നിരൂപണം, അതായത് നടരാജഗുരു പറഞ്ഞിരിക്കുന്ന എന്താ, അത് എഴുതിയ കടലാസിന് പോലും തീ പിടിക്കാതിരുന്നത് ഭാഗ്യം എന്നാണ്. വേദാധികാരം, അറിവിന് അധികാരി ആര്? ഇന്നിപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും ചോദിച്ചാൽ ഇതാണ്. അപ്പം ഞാൻ പറയണം, എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് പ്രശാന്ത് ആര്യയാണ്. ഇവിടെ ഉള്ളവർക്ക് എന്ത് ആര്യ, എന്ത് അനാര്യൻ? നമ്മൾ അപ്പം ആര്യസമാജമൊക്കെ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടൊക്കെ ഒരു പക്ഷേ നല്ലോണം പഠിച്ചിട്ടുള്ള ഒരാൾ വേദബിന്ദു ശർമ്മയാണ്. തീർച്ചയായിട്ടും ആര്യസമാജത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെ രസകരമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് നാം ഇങ്ങനെയായി തീർന്നു എന്ന് പറഞ്ഞാൽ, ചട്ടമ്പി സ്വാമിയെ പോലെയുള്ള ഒരാളുടെ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ, അദ്ദേഹത്തെ ഋഷിയായി, സന്യാസിയായി, അവധൂതനായി എല്ലാം അറിയപ്പെടുന്നുണ്ട്. പിന്നെ സാമൂഹിക പരിഷ്കർത്താവ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയാത്തതായ വിഷയങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പാചകം മുതലാണല്ലോ സർവജ്ഞ ഋഷി എന്ന് ഗുരുദേവൻ പറയാൻ കാര്യം. വിദ്യാധിരാജൻ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് ഈ മകയിരം തിരുനാൾ മാണിക്യൻ കേരളൻ തച്ചുടൈ കൈമൾ അദ്ദേഹത്തെ കൊട്ടിലാക്കൽ കൊട്ടാരത്തിലേക്ക് എപ്പോഴും വിളിക്കും, കൊണ്ടുവരും. അപ്പം ഇദ്ദേഹം തച്ചുടൈ കൈമൾ ചട്ടമ്പി സ്വാമിയുടെ കയ്യിൽ നിന്ന് മന്ത്രദീക്ഷ വേണമെന്ന് പറഞ്ഞു. അപ്പം ചട്ടമ്പി സ്വാമി പറഞ്ഞു, അപ്പനെ നമുക്ക് ഈ ഒരു ദീക്ഷ മാത്രമേ ഇപ്പോഴുള്ളൂ എന്ന് പറഞ്ഞിട്ട് തടവി കൊടുത്തിരുന്നു. പിന്നെ ഇദ്ദേഹം നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, തീർത്ഥനോട് ചോദിക്കൂ
എന്ന് പറഞ്ഞു നീലകണ്ഠ തീർത്ഥപാദരോട്. അങ്ങനെ നീലകണ്ഠ തീർത്ഥപാദരുടെ കയ്യിൽ നിന്നാണ് ചട്ടമ്പിസ്വാമി മന്ത്രദീക്ഷ വാങ്ങിയിരിക്കുന്നത്. തച്ചുടയ കൈമൾ. തച്ചുടയ കൈമൾ. അങ്ങനെ നീലകണ്ഠ തീർത്ഥപാദർ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ വാക്കിംഗ് എൻസൈക്ലോപീഡിയ, നടക്കുന്ന വിജ്ഞാന ഭണ്ഡാകാരം എന്നുള്ള രീതിയിൽ. അപ്പം ഈ 2 പേരുടെയും ലിറ്റററി കോൺട്രിബ്യൂഷൻസ്, ഇരിഞ്ഞാലക്കുട കൊട്ടിലാക്കൽ സംഘം, കൊട്ടിലാക്കൽ കൊട്ടാരം, അന്നവിടെ വള്ളത്തോള്, പിന്നെ മംഗളോദയം പ്രസ് ആരംഭിക്കുന്നതിനൊക്കെ മുമ്പാണ് സദ്ഗുരു മാസിക. അപ്പം എന്തായാലും നമുക്ക് ഈ വായനാ വാരം നടക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളൊരു വേറിട്ട വഴിയിൽ കൂടെയാണ് ഭാരത് ലൈവ് സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, നമുക്കിത്തരം കാര്യങ്ങളെക്കുറിച്ച്, അതായത് ചരിത്ര വസ്തുതകൾ, പ്രത്യേകിച്ചും നമ്മുടെ ഈ പഴയകാല ഇത്തരത്തിലുള്ള മഹാപുരുഷന്മാർ, ഇവരെക്കുറിച്ചൊക്കെ വരും തലമുറ കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു സോപാനം എന്ന് പറഞ്ഞ ആധ്യാത്മികമായ വിഷയങ്ങൾ, ദാർശനിക വിഷയങ്ങൾ ഒക്കെ ചർച്ച ചെയ്യാൻ ഒരു പങ്ക്തിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തതും. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്കിതിൻ്റെ വിശദമായ മറ്റൊരു ഇതുമായിട്ട് ഇരിങ്ങാലക്കുടയുടെ തന്നെ ഈ പറഞ്ഞതുപോലെ ആധ്യാത്മിക മേഖലയിൽ ഇരിങ്ങാലക്കുടയിൽ നിന്നുണ്ടായ സംഭാവനകളെക്കുറിച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായിട്ട് തിരിച്ചു വരാം. നന്ദി. വളരെ സന്തോഷം. നമസ്കാരം.